ഇനി ഒരു സംഭവം ഉണ്ടാവും, പക്ഷേ മനുഷ്യൻ ഇങ്ങനെ മരിക്കുന്ന തരത്തിലോട്ട് പോകാത്തൊരു അണു ഉണ്ടാവും. മനുഷ്യന് വീർപ്പ് മുട്ടിക്കും, പക്ഷെ മരിക്കില്ല. കാരണം ഇതെല്ലാം ജനലൊക്കെ അടച്ചിടേണ്ടി വരും. എന്തായാലും ഇനി വരുന്ന കാലങ്ങളിലേക്കുള്ള എന്തെങ്കിലും പ്രവചനം ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. വരുന്ന കാലങ്ങളിലേക്കുള്ളത് ഞാനിപ്പം ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ ഞാൻ പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മൾ മനുഷ്യർ, ആഗോളതലത്തിലുള്ള മനുഷ്യർ, ആഗോളതലത്തിൽ പറയാണ്, മനുഷ്യരെല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലുള്ള പിന്നെ കോപത്തെ അടക്കുക, സൗമ്യമായി സമാധാനശീലരായിട്ട് ചിന്തിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്നവരായിട്ട് ഇടപെടുക. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും കൊണ്ടുവന്നതല്ല, ഒന്നും കൊണ്ടുപോകുന്നതില്ല, അതൊരു സത്യമാണ്. എങ്കിലും നമുക്ക് വരാൻ പോകുന്ന വിപത്തുകൾ ഒക്കെ പലതാണ്, പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ട് ഐക്യതയോടെ, ഇപ്പം ഞാനിപ്പോൾ പറയുന്നു, സാറിനൊരു നല്ലൊരു ഭാവി, ഒരു നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാനതിനകത്ത് സന്തോഷിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നതെന്നറിയാം, ഞാൻ ഇറങ്ങി സൂര്യഭഗവാനെ തൊഴാൻ പോകുമ്പോൾ ഏതെങ്കിലും അയലത്ത് തീ പുകയെന്ന് കാണുമ്പോൾ എനിക്ക് വലിയ, എൻ്റെ സർവേശ്വരൻ സത്യം വലിയ സന്തോഷമാണ്. എൻ്റെ കുഞ്ഞിലെ അങ്ങനെ ഇപ്പോഴും ഞാനത് തുടരുകയാണ്. എവിടെയെങ്കിലും തീ പുക കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അനക്കം കണ്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമം. കാര്യം ഞങ്ങളങ്ങനെ ജീവിച്ചിട്ടുള്ള, അതുകൊണ്ട് ആ ഒരു വിഷമം. അതുകൊണ്ട് എല്ലാവരും നന്നായിരിക്കണം, ആരും നശിച്ചു പോരുന്നൊരു ആഗ്രഹം, അതാണായാലും ശരി പെണ്ണായാലും ശരി. പിന്നെ തെറ്റുകൾ മനുഷ്യന് നമുക്ക് ബുദ്ധി കൊടുത്തോണ്ട് ഈശ്വരൻ ചെയ്യണോ വേണ്ടേ, അത് അവർ ചിന്തിക്കുക. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു വേദനയായിട്ട് തോന്നാം. പക്ഷേ എങ്കിലും നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളിനകത്ത് വലിയ ആപത്തും വിപത്തും നമ്മുടെ ഭാരതത്തിൻ്റെ മുഴുവൻ യുവത്വത്തെ കാർന്നു തിന്നുന്ന തരത്തിലുള്ള മാരകമായ വിഷമാണ് ഭക്ഷണത്തിൽ കൂടെ ആണെങ്കിലും എല്ലാ കാര്യത്തിലുമൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. കാരണം വെച്ചാൽ അതിനൊരു പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ യുവാക്കളുടെ ഒക്കെ ഒരു ഇത് കുറവ് സംഭവിക്കും. പിന്നെ മാത്രമല്ല ഇനി ഒരു സംഭവം ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ കൊറോണ എന്നൊരു സംഭവമല്ലേ, നിരവധി ഇങ്ങനെയുള്ള അണുക്കളും കാര്യങ്ങളും ഒക്കെ പോലൊക്കെ ഉണ്ടാവും. പക്ഷേ മനുഷ്യൻ ഇങ്ങനെ മരിക്കുന്ന തരത്തിലോട്ട് പോകാത്തൊരു അണു ഉണ്ടാവും. മനുഷ്യന് വീർപ്പ് മുട്ടിക്കും, പക്ഷെ മരിക്കില്ല. കാരണം ഇതെല്ലാം ജനലൊക്കെ അടച്ചിടേണ്ടി വരും. എല്ലാം വീടിനുള്ളിൽ നമുക്കെല്ലാം പുറത്ത് കിണറുണ്ടെങ്കിൽ നല്ലപോലെ അടച്ചു വെക്കണം. പിന്നെ അതിനകത്ത് ഓക്സിജൻ കയറില്ല, അതും പ്രശ്നം. അങ്ങനെയൊക്കെയുള്ളൊരു വിപത്ത് ഇവിടെ നമുക്ക് എത്ര വർഷത്തിനുള്ളിലായിരിക്കും അത്? നമുക്ക് കുറേ സമയം, ചിലപ്പം 100 വർഷത്തിനുള്ളിലുണ്ടാവാം, ചിലപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിലുണ്ടാവാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇന്ന് അത് ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഇന്നിടാൻ ഈ ഭൂമിയിൽ തന്നെ അല്ല എടുക്കുന്നത്, ഈ ഭൂമിയിലോട്ട് തന്നെ അല്ല ഇടുന്നത്, അല്ലേ? പ്രത്യേകിച്ച് എങ്ങും കൊണ്ട് ഒരു ഗ്രഹത്തിൽ കൊണ്ട് കളയാൻ പറ്റും, ഇപ്പോഴുള്ള ചൊവ്വയിലൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ആ അണുവെന്ന് പറഞ്ഞാൽ നമ്മുടെ കതവ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കാലിൻ്റെ മുട്ടപ്പം വരെ ആണുവിനെ കാണും. അതായത് ചെറിയ ഒരു തേനീച്ച പോലൊരു വസ്തുവായിരിക്കും, പക്ഷേ അതിന് വളരെ വേഗത പോലും, പക്ഷേ അതിന് ആയുസ് കുറവാണ്. അതാണ് മനുഷ്യന് ദൈവം സൃഷ്ടിക്കുകയും ചെയ്തു, അതിന് ആയുസും കുറച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന് വർഷങ്ങളോളം പുറത്തുവരും. പക്ഷേ ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ഈ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് ജീവിക്കേണ്ടത്. കാരണം കൊറോണ വന്നപ്പോൾ മനസ്സിലായി ജീവിതം എന്താണെന്നുള്ളത്. മനുഷ്യന് ഇപ്പം പറഞ്ഞ സമ്പാദ്യശീലം ഉണ്ടാകും, ഇല്ലെങ്കിൽ പിന്നെ ഒരു നാൾ ഈ വീടൊക്കെ അടഞ്ഞു കിടക്കും, പട്ടിണി കൊണ്ടും ഒരു നിസ്സാരമായൊരു വ്രണം വന്നും നമ്മളുടെ ജീവൻ, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഡോക്ടർക്ക് പിടിപെട്ട ഡോക്ടർ എങ്ങനെ സഹായിക്കും? ആംബുലൻസ് കൊണ്ടുവരുന്ന ഡ്രൈവർക്ക് പിടിയിട്ട് അയാളെങ്ങനെ നമ്മൾ രക്ഷിക്കും? നമുക്കിറങ്ങി ഓടാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ളൊരു സമയം നമ്മളുടെ, അതൊന്നും വലിയ വിദൂരങ്ങളിലൊന്നുമല്ല, അതൊക്കെ ഒരു കറക്റ്റായിട്ട് പറയുന്നത്. ഞാൻ ഒരുപാട് പേടിപ്പിക്കുകയല്ല, പക്ഷെ അതിനെയൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ശക്തി കുറയ്ക്കണേ ഭഗവാനെ. കാരണം വെച്ചാൽ അത് ഇവിടെ ഇന്നത്തെ മൊത്തം കാർബൺ, ഇപ്പം കായലോരങ്ങൾ എല്ലാം കാർബൺ അടിഞ്ഞിരിക്കുകയാണ്, എല്ലാം അശുദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കണക്കിന് നമ്മളിവിടെ എല്ലാം ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് നിശേഷം ഇവിടുന്ന് ഉപേക്ഷിക്കണം, നിർത്തലാക്കണം. കാരണം പ്ലാസ്റ്റിക് ഒരു വലിയ ആപത്തും വിപത്തുമാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മെഡിസിൻ നമ്മൾ കഴിച്ച് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭക്ഷണത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നിത്യമുള്ള രീതിയിലൊക്കെ സംഭവിച്ചു. ഭക്ഷണമാണ്, ആഹാരമാണ് നമ്മളെ ഇത്രയും പ്രശ്നത്തിലിട്ടത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം നമുക്ക് വരാൻ ഇനി സാധ്യതകൾ ഏറെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ
നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 70 കൊല്ലം പിന്നിലോട്ട് പോയിട്ട് ഭാരതത്തിൽ ഈ അണുക്കൾ എവിടെ നിന്ന് വന്നു, ഇതെങ്ങനെ ഈ അണുക്കളെല്ലാം ഉണ്ടായി, ഇതിൻ്റെ ഉൽപ്പത്തി എവിടെ എന്നുകൂടെ കണ്ടുപിടിക്കാൻ ഒരു പരിശ്രമം ഭാരത സർക്കാർ നടത്തണം. അത് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ താക്കീത് ചെയ്യണം. കാരണം വെച്ചാൽ അവർക്കത് പടച്ചു വിടുമ്പോൾ അവരുണ്ടാക്കുന്ന മെഡിസിൻ വിറ്റഴിയും. അതെ, മനസ്സിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത് പറയാൻ പാടില്ല. കാരണം വെച്ചാൽ അതൊരു വലിയ ഒരു വിഷയം. പിന്നെ ഇപ്പം ലേറ്റസ്റ്റായിട്ട് പറഞ്ഞതാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഗ്രഹത്തിനെ കുറിച്ചുള്ളത് വന്നു. പിന്നെ നമ്മളുടെ ഇപ്പം ട്രംപിൻ്റെ കാര്യം ട്രംപിൻ്റെ കാര്യം 2020 അദ്ദേഹം നിന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് അത് എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ ട്രംപിൻ്റെ അമിത വിശ്വാസം, അമിത ആവേശം ആപത്തിൽ കൊണ്ടെത്തിക്കും. അദ്ദേഹം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വിന്നറാവും, ഇല്ലെന്നുണ്ടെങ്കിൽ ബൈഡൻ കയറി വരും. അത് യാതൊരു സംശയമില്ല, അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷെ ഇപ്പം ഞാനത് പറയുന്നുണ്ട്. അന്ന് 2020 തന്നെ ഞാൻ എൻ്റെ ഡോക്ടർ റോബിനാണ് പറഞ്ഞത്, ഇനി എന്ത് പറയാനും പ്രവചനം നടത്തുമ്പോഴും ഒരു കലണ്ടർ എടുത്തിട്ട് ആ ഡേറ്റ് കാണിച്ചുകൊണ്ട് ആരെങ്കിലും കൊണ്ട് ക്യാമറ എടുത്ത് പറയിക്കണം, ഇല്ലെങ്കിൽ ഇതൊന്നും രേഖയാവില്ല. അദ്ദേഹം എൻ്റെ ഗുരുവാണ്, അദ്ദേഹത്തെ നയിക്കുന്നു. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ 2020 തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മോളെ കൊണ്ട് അതിൻ്റെ വീഡിയോ എടുപ്പിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ട്രംപ് ഇനി അടുത്ത ഇലക്ഷൻ 2024 ട്രംപ് ഇലക്ഷൻ അവിടുത്തെ കീഴ്വഴക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം എന്നുണ്ടെങ്കിൽ അദ്ദേഹം കമലാ ഹാരിസിൻ്റെ പേര് നോമിനിയായിട്ട് പോയിട്ടുണ്ട്. ഇല്ല, കമലാ ഹാരിസിൻ്റെ കാര്യം പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിയാണ്, അവർ മിടുക്കിയാണ്, കഴിവുണ്ട്, ഇന്ത്യൻ സമൂഹം അവരെ. പക്ഷേ ഇന്ത്യൻ വംശജ വൈസ് പ്രസിഡന്റ് ഒക്കെ അതിലുപരി എല്ലാം ആണ്. എങ്കിൽ തന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അമേരിക്കൻ ജനത അവർ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഹാരിസും മോശക്കാരിയൊന്നുമല്ല, കഴിവുറ്റ ഒരു ഇതാണ്. എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ഇനി ഭാവിയിൽ അവർ അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പാണ്, അത് സംശയമില്ലാത്ത കാര്യം. പക്ഷേ ഇപ്പം ട്രംപിൻ്റെ അനിവാര്യമാണ് അമേരിക്കയുടെ ജനതയ്ക്ക് ട്രംപ് അനിവാര്യമാണ്. ട്രംപ് ഒരു 10 കൊല്ലം അവിടെ ഭരിച്ചെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് കൈവിട്ടു പോയ ആ പ്രൗഢി തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഇപ്പം ബൈഡൻ ഭരിച്ചത് മോശമൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം അമേരിക്ക ചിന്തിക്കേണ്ട കാര്യം, ഈ ട്രംപിന് എനിക്ക് പ്രായമില്ലയോ, പക്ഷേ ട്രംപിന് പ്രായം ഉണ്ടെങ്കിലും പുള്ളി ഒരു യങ് മാനെ പോലാണ് നിൽക്കുന്നത്. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ധനികനാണ്, എല്ലാം കൊണ്ടും ഒരു ഇതുണ്ട്. പക്ഷേ ബൈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, ഞാനത് ഒരുപാട് നാൾ മുമ്പ് ബൈഡൻ വന്ന 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ നോക്കിയപ്പോൾ അദ്ദേഹം വീക്കാണ്. ഒരുപാട് ശരീരത്തിന് ഉള്ളുകൊണ്ട് മെഡിസിൻ്റെ ഒക്കെ പുറത്തേക്ക് നിൽക്കുകയാണ്, പക്ഷേ വീക്കാണ്. അങ്ങനെ ഒരാളൊന്നും രാജ്യം ഭരിക്കേണ്ടെന്ന് അർത്ഥമൊന്നുമില്ല. അതിനൊരു എനർജി വേണം. ഇത് അമേരിക്കയുടെ സിസ്റ്റം വരണം. കഴിവും ചെറുപ്പുണ്ട്, ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഓക്കെ. അതേ കണക്കിന് ഇപ്പം നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോക്കാരെന്ന് പറഞ്ഞു, നരേന്ദ്രമോദിജി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുതിയും വെച്ചിട്ടുണ്ട്. അത് പറയുക മാത്രം എഴുതി വെച്ചാൽ ഈ BJPയുടെ ഈ പ്രാവശ്യത്തെ വരക്കം വരും. പക്ഷേ എങ്കിലും പ്രഭാവം നല്ലൊരു ഇത് കാരണം വെച്ചാൽ അമിത വിശ്വാസം, അമിത ആവേശം അത് ഇച്ചിരി കൂടി പോകുന്നുണ്ട്. അതിൻ്റെ പേരിലൊരു ഇച്ചിരി പ്രശ്നം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് നിന്നാൽ ഇപ്പം ഉള്ളത് പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷനോടുകൂടി വോട്ട് അദ്ദേഹത്തിന് കുറഞ്ഞപ്പം സീറ്റ് കുറപ്പോഴത്തേക്ക് മാനസികമായിട്ട് പുള്ളിക്ക് ഒരു വിഷമമുണ്ട്, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ പുള്ളി ഒരു ഗമയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം മോദിജി ഞാൻ ഒരു കാര്യം പറയാം, ലോകത്തിൻ്റെ ഒരു ആത്മീയപരമായാണെങ്കിൽ പോലും ലോകത്തിനൊരു വലിയൊരു അതിന് ശേഷമാണെങ്കിൽ അദ്ദേഹം ഒരു ലോക ജനതയ്ക്ക് ഒരു വലിയൊരു മാതൃകയായി മാറാൻ ഒരു കപ്പാസിറ്റിയുള്ള ഒരു ദൈവിക ചൈതന്യം ഉള്ളിലിരുന്ന് തിളങ്ങുന്ന ഒരാളാണ് അദ്ദേഹം. അതെനിക്ക് നല്ലപോലെ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ നേരിൽ ഒരു രഹസ്യം പറയണോ എന്നുണ്ടായിരുന്നു. ഞാനത് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ആ രഹസ്യങ്ങൾ വളരെ വലുതാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ജന്മം, അപ്പം ഈ ജന്മം ഇവിടെ സഫലമാവുന്നു. മോദിജിയുടെ ടീമിനകത്ത് ഉള്ള കോർ മെമ്പേഴ്സിലേക്ക് ഈ വീഡിയോ ക്ലിപ്പ് അയക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഞാനും ഇനിഷ്യേറ്റീവ് എടുക്കും. ശരി, സന്തോഷം. നമ്മുടെ ABCയുടെ നോർത്ത് ഇന്ത്യ ഹെഡ് ചെയ്യുന്ന, പേര് ഞാൻ പറയുന്നില്ല, നോർത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യുന്ന പുള്ളി പലരുടെയും മീഡിയ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ നോർത്തിലെ പല കോർപ്പറേറ്റ്സിൻ്റെയും മീഡിയ കൺസൾട്ടൻ്റ് ആണ്. മോദിജിയുടെ ടീമുമായിട്ട് ഇന്ന് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യവും പുള്ളിക്കുണ്ടെന്ന് തോന്നുന്നു. സോ ഈ വീഡിയോ ക്ലിപ്സ് ഞാൻ അദ്ദേഹത്തിന് എന്തായാലും സന്തോഷം. കാരണം അദ്ദേഹം ലോകത്തിന്, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒന്നും നോക്കിയല്ല,
പക്ഷേ മോദിജിയിലെ എന്താണെന്നുള്ളത് എനിക്ക് നല്ല സ്പഷ്ടമായിട്ട് എൻ്റെ ഭഗവാൻ എനിക്ക് എന്തൊക്കെ കാണിച്ചു തരുന്നു, ഭഗവാൻ എന്തൊക്കെയാണ്, എന്താണ് രൂപം, എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അദ്ദേഹത്തിനെ ഞാൻ ഒന്ന് എൻ്റെ ധ്യാനത്തിൽ കയറ്റി നിർത്തി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സത്യത്തിൽ പറഞ്ഞത് കണ്ട നമ്മുടെ ദേഹം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേഹം ദൈവികമായി ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ആരെയും തൊടിയിക്കത്തില്ല, അങ്ങനൊരു ചിട്ടയുണ്ട്. മത്സ്യമാംസമൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇദ്ദേഹം ഒരു തേജസ് ആയ ഉള്ളിനുള്ളിലെ ഒരു തേജസ്സോടു കൂടി വിളങ്ങുന്ന ഒരു മനുഷ്യനായി. ഇപ്പം ഇദ്ദേഹം ഈ രാജ്യം ഇനിയിപ്പം അദ്ദേഹം ഇനി ഭരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുള്ളി ഇനി ഞാൻ പറഞ്ഞ ദൈവികപരമായി പുള്ളി ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാം. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യേശു ക്രിസ്തു, മുഹമ്മദ് അലി, പിന്നെ ചട്ടമ്പി സ്വാമി, ഗുരുദേവൻ ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള അയ്യങ്കാളി, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പല പ്രമുഖരുണ്ട്. അവർ ധ്യാനത്തെ ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അറിയാമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു മഹാകഴിവുള്ളൊരു മനുഷ്യനാണ് മോദിജി. കഴിവല്ല, മഹാകഴിവ്. അത് സത്യത്തിൽ എനിക്കൊരു രഹസ്യം പുള്ളിയെടുത്ത് ഏതാണ്ട് മുമ്പ് പറഞ്ഞ അത് പറയണം, അത് പറഞ്ഞാൽ അത് ഓക്കെ ആവും. അതാണ് എൻ്റെ സത്യം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.